എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കുഞ്ഞു മുഹമ്മദ് ആണ്. കോഴിക്കോട് സ്വദേശിയാണ്. നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയുടെ ട്രഷററാണ്. സർ നമസ്കാരം. നമസ്കാരം. സർ, എനിക്കറിയാം വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടിയാണ് കാര്യങ്ങളെല്ലാം കടന്നു പോകുന്നത്. 2017 മുതൽ താങ്കൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ചേർന്ന നിമിഷപ്രിയയെ സ്വതന്ത്രയാക്കാൻ അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി പിന്നിലുള്ള ആളുകളാണ്. ഏറ്റവും ഒടുക്കം ഒരു ആശ്വാസം എന്ന രീതിയിൽ വധശിക്ഷ താൽക്കാലികമായി ഒന്ന് മാറ്റിവെച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ട്. സർ, നിലവിൽ എന്താണ് സാഹചര്യം? കാരണം അദ്ദേഹത്തിന്റെ തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഏറ്റവും ഒടുക്കം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇനി ഉണ്ടാവുന്ന ഒരു ആക്ഷൻ? എന്താണ് നിലവിലെ സാഹചര്യം? ഇത്തരം കേസുകളിൽ ഒരു കുടുംബവും ആദ്യം തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവില്ല. ഞാൻ സൗദി അറേബ്യയിൽ 25 വർഷം ജീവിച്ച ഒരാളാണ്. ഇത്തരം കേസുകളെ സംബന്ധിച്ച് നന്നായി മനസ്സിലാക്കിയ ഒരാളാണ്. അവിടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വധശിക്ഷ നടപ്പാക്കുന്നത് നേരിട്ട് കണ്ട ആളാണ്. വധശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടി ഏത് പ്രതിയാണോ ആ പ്രതിയെ നിലത്തിരുത്തി വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി ആരാച്ചാർ വന്ന് വാളൂരുന്ന ഘട്ടത്തിൽ ബന്ധപ്പെട്ട പ്രോസിക്യൂഷന്റെ ഭാഗത്ത്, അതായത് ആരാണോ കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ അരുത് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഊരിയ വാൾ ഉറയിലിട്ട് മടങ്ങിപ്പോയ സംഭവങ്ങളും സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ആ കുടുംബം മാപ്പ് കൊടുക്കണം, അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇസ്ലാമിക ശരീഅത്ത് നിയമം മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും ഇസ്ലാമിക ശരീഅത്ത് നിയമം മുറുകെ പിടിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് യമൻ. വടക്കൻ യമനും തെക്കൻ യമനുമായി വിഭജിച്ചിരുന്ന യമൻ ഏകീകരിക്കപ്പെട്ടപ്പോഴും അവരുടെ നിയമത്തിൽ യാതൊരു വെള്ളം ചേർക്കൽ ഉണ്ടായിട്ടില്ല. ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിലാണെങ്കിൽ ഏത് കുറ്റവാളിക്കും അതിന് ബന്ധപ്പെട്ട കക്ഷികൾക്ക് ചുമതലയുണ്ട്, ചെയ്യാൻ സാധിക്കും. ഞാൻ ഉള്ള സ്ഥലത്ത് വെച്ച് ഒരു കണ്ണിന് ഏറിക്കൊണ്ട എൻ്റെ നാട്ടുകാരനുണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ കണ്ണിന് കണ്ണ്, ജീവന് ജീവൻ, ആ ഒരു ഇസ്ലാമിക ശരീഅത്ത് പ്രകാരമുള്ള അത് ആ ഒരു മതനിബന്ധന നിയമമാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ അതിശിക്ഷിക്കപ്പെട്ട പയ്യനെ 50,000 റിയാൽ നഷ്ടപരിഹാരം നൽകിയപ്പോ മോചിപ്പിക്കാൻ സാധിച്ചു. ഞാൻ ആ കേസിൽ അതിന് ഇടപെട്ട ഒരാളാണ്. കാരണം ആ പയ്യന്റെ ശിക്ഷ റദ്ദ് ചെയ്ത് കൊടുക്കുന്നതിന് കണ്ണിന് ഏറ് കിട്ടിയ ആളെ സഹായിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് ഇസ്ലാമിക നിയമം ഉള്ള ഒരു സ്ഥലം എന്ന നിലയിൽ നമ്മൾ അതിനു വേണ്ടിയാട്ടെ. കാരണം മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ ശിക്ഷിക്കപ്പെട്ട ഒരാൾ, ഇന്ത്യയിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഒരാളെ പണം കൊടുത്തോ അല്ലാതെയോ മോചിപ്പിക്കാനുള്ള നിയമമില്ല, മോചിപ്പിക്കാനുള്ള നിയമം ഇവിടെ ഇല്ല. ഇവിടെ പ്രോസിക്യൂഷൻ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് ആ പ്രോസിക്യൂഷൻ കൊടുത്ത ശേഷം കൊല്ലപ്പെട്ട ബന്ധുവിന്റെ ഒരു ബന്ധു വന്നിട്ട് ഏതാ നിങ്ങൾ അവരെ ശിക്ഷിക്കരുത്, ഞങ്ങൾ അവരെ മാപ്പാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാപ്പ് കൊടുക്കാനുള്ള നിയമവും ഇവിടെ ഇല്ല. ഈ നിയമപ്രകാരം 3 ഓപ്ഷനാണുള്ളത്. ഒന്ന്, ഇസ്ലാമിക നിയമപ്രകാരമാണ് ഞാൻ പറയുന്നത്. 3 ഓപ്ഷനാണുള്ളത്. ഒന്ന്, കൊല്ലപ്പെട്ട യുവാവിന്റെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കുടുംബം വന്ന് നിരുപാധികം ക്ഷമിച്ചിരിക്കുന്നു, അവനെ വിടണം എന്ന് കോടതിയിൽ പറഞ്ഞാൽ, പ്രോസിക്യൂഷനോട് പറഞ്ഞാൽ ആ കേസ് അവിടെ വെച്ച് ക്ലോസ് ചെയ്തു. രണ്ടാമത്, ഖുർആനിൽ തന്നെ പറയുന്ന വ്യാഖ്യാനമുണ്ട്, മരിച്ച ആളുടെ ബന്ധുക്കൾ ബ്ലഡ് മണി, പണം ചോദിച്ചാൽ അത് കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പൊ 2 മാർഗമായോ. മറ്റൊന്ന്, പ്രോസിക്യൂഷനോട് ഞങ്ങൾക്ക് പണം വേണ്ട, ഞങ്ങൾ അവനെ നിരവാധികം മാപ്പ് കൊടുക്കാനും തയ്യാറല്ല എന്ന് 2 കാര്യങ്ങളും തട്ടിക്കളഞ്ഞാൽ മൂന്നാമത്തെ കാര്യം എന്താ? ശിക്ഷ നടപ്പാക്കുക എന്നുള്ളതാണ്. ആ ശിക്ഷ നടപ്പാക്കുന്നതിലേക്ക്
നിന്ന് നമ്മുടെ ഈ നാടിന്റെ സഹോദരിയെ ഉം. അവരുടെ ജാതിയോ മതമോ അവർ പറയും മതം മാറിയെന്ന് പറയുന്നു, മാറിയില്ല എന്ന് പറയുന്നു, അങ്ങനെയൊക്കെയുള്ള അതൊന്നും നമ്മളെ ആക്ഷൻ കൗൺസിലിനെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഉം. ഒരു ജീവനെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ഉം. ആ ജീവനെ രക്ഷിക്കുക. അവർക്ക് കുറ്റബോധം ഉണ്ടാവും. അവർ കുറ്റകൃത്യം ചെയ്തില്ല എന്നാരും പറയുന്നില്ല, കുറ്റകൃത്യം ഉം. ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ച് വിചാരണ ചെയ്യുന്ന ഒരു കോടതിയും എവിടെയുമില്ല, അവിടെയുമില്ല, ഇവിടെയുമില്ല. കാരണം ഇവിടെ ചിലപ്പോൾ സാഹചര്യ തെളിവ്, അങ്ങനെ പ്രതിരോധം എന്നൊക്കെയുള്ള വകുപ്പ് ഇവിടെയുണ്ട്. അയാൾ സ്വയം പ്രതിരോധിച്ചതാണെന്ന് പറയാം. ഉം. പക്ഷേ അതൊന്നും അവിടെയില്ല. ഉം. അവിടെ കൊലപാതകം നടത്തിയാൽ കൊലപാതകി. ആ സാഹചര്യത്തിലേക്ക് ഏതെല്ലാം മാർഗത്തിലേക്കൂടെയാണോ താൻ എങ്ങനെ ആക്രമിക്കപ്പെട്ടു, ആ വിഷയമൊന്നും അവിടെ ഇല്ല. ഒരാളെ കൊന്നാൽ അയാൾ കൊലക്കുറ്റവാളി. അതാണ് ആ രാജ്യത്തെ നിയമം. അപ്പൊ നമുക്കുണ്ടാകുന്ന ഈ സാഹചര്യത്തെ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള മാർഗം സ്വീകരിച്ചാൽ ഒരു ജീവനാണല്ലോ എന്ന പരിഗണനയിൽ നിന്നുകൊണ്ടാണ് ഈ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പം നിലവിൽ അവിടെയുള്ള ഈ ശിക്ഷ വിധിച്ചു വളരെ ഒരു 6-7 കൊല്ലമായിട്ട് ഇതിന് പുറകെ നടക്കുന്ന ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുമ്പേ ഇതിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളുണ്ട്. കമ്മിറ്റി രൂപീകരിക്കുന്നു. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു കാര്യം അവരെ കുറ്റം പറയുന്നില്ല. ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ലോക കേരള സഭ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ അതിലെ 2019 മുതൽ മെമ്പറാണ്, ഇപ്പോഴും മെമ്പറായി നിൽക്കുന്നുണ്ട്. ആ ലോക കേരള സഭയിലെ ഈ വിഷയം ഉയർന്നു വന്നു. ഇങ്ങനെ ഒരു സ്ത്രീ യമനിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്നുണ്ട്. അവരെ രക്ഷിക്കാൻ ആവശ്യമായ ഇടപെടൽ കേരള സർക്കാർ നടത്തണം എന്നുള്ളതാണ് ഒരു സബ്മിഷൻ എന്ന പോലെ, നമ്മൾ നിയമസഭയിൽ പറഞ്ഞ സബ്മിഷൻ എന്ന പോലെ UK-യിൽ നിന്നുള്ള നമ്മുടെ ജയൻ എടപ്പാളിലുള്ള ഈ കമ്മിറ്റിയോട് ജനറൽ കൺവീനർ ആയിട്ടുള്ള ജയൻ ആ ലോക കേരള സഭയിൽ വന്നത്. അത് ആ സമയത്താണ് ഞങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നത്. ആ സബ്മിഷൻ അവിടെ വെച്ച ശേഷം ഞങ്ങൾ ഇക്കാര്യം ജയനുമായി സംസാരിച്ചു. അപ്പം UK-യിൽ നിന്നുള്ള ആഷിക്ക്, അതേപോലെ നമ്മുടെ പ്രവാസ ലോകത്തിന്റെ റഫീഖ് റാവുത്തർ, ഒമാനിൽ നിന്നുള്ള സോഷ്യൽ വർക്കറായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള സോഷ്യൽ വർക്കറാണ് ജാബർ മാളിയേക്കൽ, ഇങ്ങനെ കുറച്ച് ആളുകൾ, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഇങ്ങനെ എല്ലാ ആളുകളും കൂടി ഇരുന്നു ഈ കാര്യം ആലോചിച്ചു. അപ്പൊ പ്രാഥമികമായി നമുക്ക് ചെയ്യാനുള്ളത് മറ്റൊരു രാജ്യം, ഗവൺമെന്റിന്റെ നിസ്സഹായാവസ്ഥ ഇതിലുണ്ട്. കാരണം മറ്റൊരു രാജ്യത്ത് നടപ്പാക്കുന്ന മറ്റൊരു കേസ് പോലെ അല്ല ഇത്. അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പരിമിതിയുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് പരിമിതിയുണ്ട്. എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുള്ളൂ. സ്റ്റേറ്റ് ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റിനോട് നമ്മുടെ ആവശ്യങ്ങളെ പറ്റി പറയുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിലേക്ക് കത്തയച്ചു. ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ എന്ന രീതിയിൽ ഒന്നിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ന് കൊറോണ കാലമൊക്കെ ആയ സമയത്ത് ഞങ്ങളുടെ എല്ലാ ദിവസവും ഈ യോഗങ്ങൾ നടന്നുള്ള മിക്കവാറും ദിവസങ്ങൾ ഞങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ഞങ്ങൾ ഈ കുറച്ച് പേരുകളാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ഈ പേര് കേൾക്കുമ്പോൾ ഇതിന് ഭാഗമായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പം, കാരണം അങ്ങനെ ഒത്തിരി പേരുകൾ ഇങ്ങനെ ഇതിന്റെ അകത്തേക്ക് വരാൻ, അപ്പം അത് അവരെല്ലാം ക്ഷമിക്കണമെന്നാ പറയണത്. അപ്പൊ കാരണം പേര് പറഞ്ഞാൽ തന്നെ നമുക്ക് 1 അരമണിക്കൂർ പോകും. അപ്പം ഈ ആളുകളെല്ലാം ചേർന്നുകൊണ്ടാണ് ആക്ഷൻ കൗൺസിൽ, ജനറൽ കൗൺസിൽ രൂപീകരിച്ചത്. മൂസ മാഷ്, OV മുസ്തഫ, അങ്ങനെയൊക്കെയുള്ള വ്യക്തിത്വങ്ങളെല്ലാം ഇതിന്റെ ഭാഗമാണ്. അങ്ങനെ ആ ആക്ഷൻ കൗൺസിൽ ജനറൽ മീറ്റിംഗിൽ വെച്ചാണ് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. ആ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിട്ട് ജയനും, അതുപോലെ തന്നെ ട്രഷററായിട്ട് ഞാൻ, ചെയർമാനായിട്ട് ജാബർ, വൈസ് ചെയർമാനായിട്ട് ദീപ, ഡൽഹിയിലുള്ള ദീപ വക്കീല്, അതേപോലെ അങ്ങനെയുള്ള നിയമസഹായ സമിതി സുഭാഷ് ചന്ദ്രൻ, അങ്ങനെയുള്ള ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ തിരിച്ചാണ്. ഇന്റർനാഷണൽ ആയിട്ട് ഓരോ രാജ്യത്തും ഇതിന്റെ സബ് കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. ലോകത്തിന്റെ എല്ലാ രാജ്യത്തും, അമേരിക്ക, ബ്രിട്ടൻ, എല്ലാ സ്ഥലത്തും ഇതിന് സബ് കമ്മിറ്റി ഉണ്ട്. കാരണം നമുക്ക് ഇതിന്റെ ധനസമാഹരണം ഒരു വലിയ പ്രശ്നമായിരുന്നു. പണം വേണമല്ലോ, കാരണം ഈ മിഷൻ വിജയിപ്പിച്ചെടുക്കാൻ. കാരണം പണം വേണ്ടി വരുമെന്ന അർത്ഥത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഇത് സംഘടിപ്പിച്ചു വെച്ചത്. അങ്ങനെ സംഘടിപ്പിച്ച് വെച്ചപ്പോഴാണ് നമുക്ക് ഇതിന് അവിടെ നെഗോഷിയേഷൻ നടത്താനുള്ള സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പൊ സാമുവൽ ജെറോം എന്ന് പറയുന്ന ഒരു സോഷ്യൽ വർക്കർ, ഇതിന്റെ തുടക്കകാലത്ത് മുതലേ ഉള്ള ആള്, അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഇതിന്റെ സന്നദ്ധത നിർവഹിച്ചു.
അതുവരെ അദ്ദേഹവും ഇരട്ടിട്ടപ്പോയിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ. കാരണം ഇതിനൊന്നും പണം മുടക്കാൻ ഒരാൾ വേണ്ടേ, പണം മുടക്കാൻ ആൾ വേണം, ഓർഗനൈസ് ചെയ്യാൻ ആൾ വേണം. അങ്ങനെ ഈ കുറ്റകൃത്യത്തെ കുറിച്ചാണെങ്കിൽ പിന്നെ മലയാളികൾക്കിടയിൽ വലിയ മോശപ്പെട്ട അഭിപ്രായമാണുള്ളത്. കാരണം അത്രയേറെ നിന്ദ്യമായ കൊലപാതകം ആ രീതിയിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാലോ, മഞ്ജുവിനൊക്കെ അറിയാലോ. പിന്നെ ഈ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചു നോക്ക്, ഇപ്പോഴും ആളുകൾ യമനിലെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് എത്ര ത്യാഗം സഹിച്ചാണ് ഈ മലയാളി പോകുന്നത് അറിയണത്. എത്ര ത്യാഗം സഹിച്ചാണ് ഈ മലയാളി പോകുന്നത്. ഞാൻ ഒരുപാട് യമനി ചാനലിന്റെ ചാനൽ റിപ്പോർട്ടിങ്ങിന്റെ താഴ്ച നോക്കി, അതിൻ്റെ അകത്തും മലയാളി മനോഹരമായി എഴുതി വെച്ചിരിക്കുന്നു, ഇവളെ വിടാൻ പാടില്ല, കൊല്ലണം. അവിടെയുള്ള യമനി പൗരന്റെ വാളിൽ പോയിട്ടാണ് ഞാൻ ആളെ പേര് പറയുന്നില്ല, കേരളത്തിലെ ഇപ്പം ഒരു കുപ്രസിദ്ധി ആർജിച്ച ചെറുപ്പക്കാരനുണ്ട്, പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ആ ചെറുപ്പക്കാരൻ ഈ ചാനലിന്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രൊഫൈലിന്റെ താഴെ പോയിട്ട് ആ പ്രൊഫൈലിൽ ഏറ്റവും കഠിനമായിട്ട് തീവ്രവാദത്തോടു കൂടി ഇവിടെ കൊല്ലണം എന്ന അഭിപ്രായം പറയുന്ന യമനിയെ കണ്ടെത്തി ആ യമനിയുടെ മെസ്സഞ്ചറിൽ പോയി വാട്സപ്പ് നമ്പർ വാങ്ങി, ആ വാട്സപ്പിൽ വാങ്ങി നമ്പർ സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ നടത്തുകയാണ്. എത്രമാത്രം നിയമവിരുദ്ധമാണെന്ന് ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. യമനുമായിട്ട് അവിടെ നടക്കുന്ന അപരിചിതനായ ഒരാളുമായിട്ട്, അയാൾ ഹൂസിയാണോ, ഇന്ത്യ വിരുദ്ധനാണോ, തീവ്രവാദിയാണോ എന്ന് ഈ ചെറുപ്പക്കാരൻ അറിയോ? അതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ പരിശോധനയിലും സ്റ്റേറ്റ് ഗവൺമെന്റ് പരിശോധനയും നടക്കുകയാണ് ഇപ്പം നിലവിൽ അദ്ദേഹത്തിന്റെ കാര്യം ചെറിയ തോതിൽ കട്ടപ്പുകയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയേറെ ത്യാഗം എന്തിനാ ചെയ്യുന്നത്? അവിടെ ചെന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് മാപ്പ് കൊടുക്കണമെന്ന് പറയാനാണോ? അല്ല. അപ്പം അതൊരു മത തീവ്രവാദ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചിന്തിക്കുന്നത്. മത തീവ്രവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അവളെ വിടരുത്, ഒന്നുകിൽ കൊല്ലപ്പെട്ടത് ഒരു മുസ്ലിമാണ്, അതുകൊണ്ട് അവള് മറ്റൊരു മതമാണ്, കൊല്ലണം. അപ്പൊ അങ്ങനെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഈ പറഞ്ഞ കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബത്തെ തീർച്ചയായും സ്വാധീനിക്കില്ലേ സാർ? സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാനത് അതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൗത്യത്തെ പരാജയപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ വധശിക്ഷ തീയതി ഇപ്പൊ അതിനെ സംബന്ധിച്ചും തർക്കവും വിതർക്കവും നടക്കുകയാണ്. എന്തിനാ അങ്ങനെ തർക്കം നിൽക്കുന്നു? നമ്മളിപ്പോ അവിടെ ആ 16-ാം തീയതി ഇന്നലെ അവരുടെ വധശിക്ഷ നടപ്പാക്കേണ്ടതായിരുന്നു. വധശിക്ഷ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ തീയതി ഇട്ട് കഴിഞ്ഞാൽ ആ തീയതിക്ക് നടക്കേണ്ടതാണ്. പക്ഷേ തൊട്ട് തലേ ദിവസം 2 ദിവസം മുമ്പ് ഈ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു, തീയതി വെച്ചിട്ടില്ല. ആ തീയതി വെക്കാത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടോടെ കാണേണ്ട കാര്യമാണ്. തീയതി വെച്ചിരുന്നെങ്കിൽ ആ തീയതി വരെ നമുക്ക് ആശ്വസിച്ച് നിൽക്കാൻ പറ്റുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇതേപോലെ ഈ വധശിക്ഷ നടപ്പാക്കുന്നത് മുൻകൂട്ടി പറയുന്ന ഏർപ്പാടേ ഇല്ല. ഒരുപക്ഷെ വധശിക്ഷയ്ക്ക് വിധേയനാകേണ്ട ആള് പോലും താൻ ഇന്നാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത് എന്നറിയില്ല. കാരണം ആ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു നമസ്കാരാനന്തരം വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനോ അല്ലെങ്കിൽ അസർ നമസ്കാരത്തിനോ ശേഷം പള്ളിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് ആ ശിക്ഷ നടപ്പാക്കുന്ന രീതിയാണ് രാജ്യത്തുള്ളത്. അതേ രീതിയിൽ നമ്മളിപ്പം ഭയപ്പെടേണ്ട കാര്യം, ഞാൻ ഭയപ്പെടുന്ന അതാണ്, എനിക്ക് എന്റെ അനുഭവത്തിലെടുത്താൽ ഭയപ്പെടുന്നതാണ്. ഞാൻ ഭയപ്പെടുന്നത് ഈ തീയതി മാറ്റിവെച്ചു എന്നുള്ളത്, തീയതിക്ക് ഒരു ഡേറ്റ് വെക്കാത്തത് ഏത് സമയത്തും ഒരുപക്ഷെ ഈ കൃത്യം നടന്നേക്കാം. അങ്ങനെ നടക്കാതിരിക്കാനാണ് നമ്മൾ തീവ്രമായി ഇന്നലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മർക്കസിനെ കുറിച്ചും AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചും എന്തൊക്കെ ധാരണ പുറം ലോകത്തുണ്ടെങ്കിലും 2 കാര്യങ്ങൾ. ഒന്ന്, ഞങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരാൾ വന്ന് ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ഏത് ജാതിയിലാണ്, നീ ഏത് മുസ്ലിമാണോ, ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ എന്ന് ഞങ്ങൾ ചോദിക്കില്ല. ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ മേഡം എന്റെ കൈരോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നടന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വർഗീയത എന്ന് പറയുന്നത്, തത്വവാദം എന്ന് പറയുന്നത് എല്ലാം ആടിത്തിമർക്കുന്ന ഒരു ഘട്ടത്തിൽ
94 വയസ്സുള്ള ഒരു വയോധികൻ, ഒരു പണ്ഡിതൻ, ലോകത്താകമാനം മുസ്ലിങ്ങൾക്കിടയിൽ മറ്റാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തി ഇഷ്ടപ്പെടാത്ത മുസ്ലിങ്ങൾ ധാരാളമുണ്ട്. മറ്റ് RSS BJP ഇഷ്ടപ്പെടാത്തത് സ്വാഭാവികം എന്ന് പറയാം. പക്ഷെ മുസ്ലിങ്ങൾക്കകത്ത് പോലും അദ്ദേഹത്തിന് വിരോധികളുണ്ട്. ആ വിരോധത്തെ ഒക്കെ തന്നെ മാറ്റിവെച്ച് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കെന്താ അറിയോ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ മർക്കസിനകത്ത് വരുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയാവുന്നത് ഞങ്ങൾ സഹായിക്കും. ഈ വിഷയത്തിൽ ആരെന്ത് അവകാശവാദം പറഞ്ഞോട്ടെ, കേന്ദ്ര ഗവൺമെന്റിനെ നമ്മൾ നിസ്സാരാക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പരിമിതികളെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ പരിമിതി എന്താ? ആ രാജ്യവുമായി നമുക്ക് ഇപ്പോൾ നയതന്ത്ര ബന്ധമില്ല. നയതന്ത്ര ബന്ധം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു അന്തരീക്ഷവുമില്ല. അത് രാജ്യാന്തരമായിട്ടുള്ള മറ്റ് പല വിദേശ നയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ രാജ്യത്ത്, അത് പ്രത്യേകിച്ച് ഈ യമനിൽ ഈ നിമിഷപ്രിയ കിടക്കുന്ന ജയിലിൽ ആ പ്രദേശം ഭരിക്കുന്നത് ഹൂത്തികളുടെ ഭരണമാണ്. ആ ഹൂത്തികളുമായി ഏതെങ്കിലും തരത്തിൽ ഒരു നെഗോഷിയേഷൻ അല്ലെങ്കിൽ ഇത്തരം കാര്യത്തിൽ ഇടപെടാൻ കഴിയാവുന്ന ഏക രാജ്യം ലോകത്ത് ഇറാൻ മാത്രമാണ്. ആ ഇറാൻ വഴിക്കുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് ഒരുപാട് ചാനലുകളിലും വാർത്തകളിലും വന്ന ഇറാൻ ഇടപെടുന്നു. ഇറാൻ ഇടപെടണമെങ്കിൽ ഇറാനുമായി ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ബന്ധപ്പെടണമായിരുന്നു. പക്ഷേ ആ രാജ്യവുമായും നമുക്ക് നല്ലൊരു സൗഹൃദം നിലവിലില്ലാത്തത് കൊണ്ടാകാം ഇന്ത്യ ഗവൺമെന്റ് ആ പ്രക്രിയയിലേക്ക് പോയിട്ടില്ല. നമുക്ക് ഇന്ത്യ ഗവൺമെന്റ് കുറ്റപ്പെടുത്താൻ കഴിയും. നമുക്ക് ഒരു വ്യക്തിക്ക് വേണ്ടി രാജ്യത്തിന്റെ വിദേശ നയം മാറ്റിയെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഒരു വിദേശ നയം മാറ്റാൻ പറ്റില്ല. പക്ഷെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനെ ബന്ധപ്പെടുത്താൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചിട്ടില്ല. അതിന് കഴിയുമായിരുന്നില്ല. അപ്പോ വധശിക്ഷ പ്രഖ്യാപിച്ചു. ഈ കുടുംബത്തിനകത്തേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴും പൂർണ്ണമായ അർത്ഥത്തിലെത്തിയിട്ടില്ല. ഈ അടുത്ത കാലത്ത്, അതായത് ഒരാഴ്ചക്കകത്താണ് നമുക്ക് ഈ കുടുംബവുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത്. അവിടെ വിവിധ ഗോത്രങ്ങളുണ്ട്. ഗോത്രങ്ങളുടെ സംസ്കാരമാണ് ആ രാജ്യത്ത്. ഇപ്പം സൗദി അറേബ്യയിലും ഗോത്രങ്ങളുണ്ട്. ഗോത്രങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഗോത്രത്തിനൊരു തലവനുണ്ട്. ഓരോ തലവനും ഓരോ അമീർ ഉണ്ടാകും. ഒരു തലവൻ, ഒരു ഗ്രാമത്തിൽ ഒരു ഗോത്രം. ആ ഗോത്രത്തിന്റെ പേരൊന്നും ഞാൻ ഇപ്പോൾ പരാമർശിക്കുന്നില്ല. എനിക്ക് പറയണമെങ്കിൽ ഒരു 25 ഗോത്രത്തിന്റെ പേര് എനിക്കറിയാം. ഗോത്രനാട് അങ്ങനെ പരാമർശിക്കുന്നത് ശരിയല്ല. ഞാൻ സൗദി അറേബ്യയിൽ ജീവിച്ച ഒരാളാണ്. അപ്പോ ഒരു 25 ഗോത്രം എനിക്കറിയാം. അപ്പൊ ആ ഗോത്രത്തിനൊക്കെ ഒരു ഗ്രാമങ്ങളിൽ ഗോത്ര സംസ്കാരമാണ് വിവാഹങ്ങൾ നടത്തുന്നത്. ഗോത്രങ്ങളിനകത്താണ് വിവാഹം. അങ്ങനെയൊക്കെയുള്ള രീതികളുണ്ട്. ആ ഗോത്രങ്ങളിലേക്ക്, ആ ഗ്രാമത്തിലേക്ക്, ഈ തലാലിന്റെ കുടുംബത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചില്ല. അതെത്തണമെങ്കിൽ നിരവധിയായിട്ടുള്ള കടമ്പകൾ നമ്മൾ കടക്കേണ്ടതുണ്ട്. പക്ഷെ ആ കടമ്പകൾ കടക്കാൻ ആവശ്യമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട്, പ്രത്യേകിച്ച് 2023-24 വർഷം, ഈ വർഷം കൂട്ടണ്ട, 7 മാസം അവിടെ കിടക്കട്ടെ, ഈ 2 വർഷം നമ്മൾ ശ്രമിച്ചത് ആ ഗോത്രത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ആ ഗോത്രത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നിങ്ങളടക്കം സഹായിച്ചിട്ട് നമ്മൾ പണം ഉണ്ടാക്കിയത്. ഒരു കാര്യം പറയാം. ഞാൻ ഷാനു സ്കറിയ സാറിന്റെ പൊളിറ്റിക്കൽ ലൈനോട് താരതമ്യം ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ ഉണ്ടല്ലോ, അത് നമുക്ക് കാര്യങ്ങളൊക്കെ തുറന്നു പറയും. അദ്ദേഹത്തിന്റെ വീക്ഷണത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഈ മിഷനെ ഇന്ന് സഹായിച്ചത്, അതായത് കാരണം ഈ നെഗോഷിയേഷൻ ഫണ്ട് 40,000 രൂപ പിരിക്കുന്നതിൽ നിങ്ങളുടെ ചാനൽ വഹിച്ച പങ്ക് ഒരിക്കലും മറക്കാവുന്ന കാര്യമാണ്. അതാ നന്ദി പറഞ്ഞില്ലെങ്കിൽ തെറ്റാണ്. ഞാൻ ഇന്നലെയും ഞാനൊക്കെ സംസാരിച്ച ചാനലുകളോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ ചാനലിന് പേരെടുത്ത് പറഞ്ഞില്ല. അത് പറഞ്ഞാൽ അത് അവര് കട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്കറിയാലോ, നിങ്ങളിപ്പം തന്നെ ഇരിക്കുന്നിടത്ത് എന്തൊക്കെ കട്ട് ചെയ്യും, എന്തൊക്കെ എടുക്കുമെന്ന് എനിക്കറിയാം. ഞാനൊരു മീഡിയ പ്രവർത്തനം കൂടിയാ. അപ്പം ആ നിലക്ക് ആ നെഗോഷിയേഷൻ ഞങ്ങളൊരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയായിരുന്നു. നമുക്ക് ക്രിമിനൽ ഒഫൻസ് വരാതെ നമുക്കൊരു ചാനലിനെ
നിയമപരമല്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമല്ലാതെ മറുനാടൻ എല്ലാവരുടെ ഒപ്പീനിയൻ കൃത്യമായി അതെ, കേൾക്കുന്നുണ്ട്. തീർച്ചയായും സന്തോഷം. നിങ്ങളുടെ ഒരു ചെറുപ്പക്കാരൻ, പേരൊക്കെ ഞാൻ മറന്നു, ആ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ച് കുറെ നേരം, സർ ഈ നിമിഷപ്രിയയുടെ കേസ് എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ സ്ഥിതിഗതികൾ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞ് ഒരു 80% പൂർത്തിയായപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, എന്താ റെക്കോർഡ് ചെയ്യുന്നതിന്? എനിക്കൊരു പരാതിയുമില്ല, ഞാനൊന്നും മോശപ്പെട്ട് പറഞ്ഞിട്ടില്ലല്ലോ, ഒരു ഇഞ്ച് പോലും കള്ളവും പറഞ്ഞിട്ടില്ല, ഒരു വസ്തുതയല്ലാത്ത ഒരു കാര്യം ഞാൻ വിശദീകരിച്ചില്ല. എന്നാ സാർ, ഞാൻ ഷാജൻ ചെറിയ സാറ് പറഞ്ഞിട്ടാണ് നിങ്ങൾ വിളിച്ചത്. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം. അപ്പൊ സാറിന് നിങ്ങളോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം. അങ്ങനെയാണ് ഷാജൻ ചെറിയ സാറ്, ഒരുപക്ഷെ അന്ന് ഈ സമയത്ത് എന്നെ പോലെയുള്ള ഒരാള് മറുനാടൻ മലയാളിയുടെ ചാനൽ വരിക എന്ന് പറഞ്ഞാൽ എന്നെ ശരിക്കും വേട്ടയാടാനുള്ള ഒരു നല്ല ആയുധമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ അത് തുറന്നു പറയുകയും ചെയ്തു. കാരണം ആ ലൈവ് സാധനം ആദ്യം ഒരു ഘട്ടം പോയി, 2 ഘട്ടം പോയി. ഈ 2 ഘട്ടത്തിലും പോയപ്പോൾ പറ പൈസ വന്നു. നിങ്ങളുടെ ഈ ചാനലിന്റെ ആരാധകരും മറ്റുമായിട്ടുള്ള, അതല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എന്റെ ഈ നമ്പർ അവിടെ സ്ക്രോൾ ചെയ്ത് കാണിച്ചിരുന്നു. എന്റെ നിങ്ങളിപ്പോ എന്നെ വിളിച്ച നമ്പർ പല സ്ഥലത്തും ഒരു ദിവസം എത്ര കോളുകളാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് പറയാൻ, അത്രയും കോളുകൾ വന്നു. അവരൊക്കെ അന്വേഷിച്ചു, കാര്യങ്ങൾ വന്നു. ഞാൻ അന്നേരമൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നെഗോഷിയേഷന് വേണ്ടിയിട്ടാണ് പണം പിരിക്കുന്നത്, ഇത് ബ്ലഡ് മണി അല്ല. ബ്ലഡ് മണിയിലേക്ക് എത്തുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളോട് കാര്യം പറയും. ഇത് ബ്ലഡ് മണി അല്ല, ഇത് നമുക്ക്. അപ്പോൾ അതിനനുസരിച്ചാണ് പലരും പണം അയച്ചത്. എന്നാൽ ബ്രിട്ടനിൽ നിന്ന് ഒരു യുവതി, ഒരു നേഴ്സ് 25,000 രൂപ അയച്ചു. അന്നത്തെ ഏറ്റവും വലിയ സംഖ്യ 25,000 രൂപയാണ്. അപ്പൊ അത് വലിയൊന്നും നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല. പക്ഷെ അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടുള്ള നന്ദി എടുത്തു പറയാണ്. കാരണം ഒരു നേഴ്സാണ് ഒരു 25,000, ഒരു വ്യവസായി അല്ല, ഒരു സംരംഭകനല്ല, അങ്ങനെയുള്ള ഒരാളല്ല, ജീവിക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്ന അത്രയും ശമ്പളമുള്ള 20. അപ്പൊ ഞാൻ അതിലേക്കല്ല പോകുന്നു. എന്തായാലും നമുക്ക് ആവശ്യത്തിലധികമുള്ള പണം വന്നു. $20,000 കൊടുത്തു. $20,000 കൊടുത്തിട്ടാണ് പിന്നെന്താകുന്നത്, നമ്മൾ $20,000 പ്രോസസ് എന്താണ് എന്ന് നോക്കി വെയിറ്റ് ചെയ്യണം. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു സോള് എവിഡൻസ്, ഈ ചർച്ച നടക്കുന്നു. 3 കാര്യങ്ങളാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, സാമുലിനോട്. ഒന്ന്, കുടുംബത്തിലേക്ക് നിങ്ങൾ എത്തിയോ? കുടുംബം സംസാരിക്കാൻ ഇരുന്നിട്ടുണ്ടോ? കുടുംബം മാപ്പ് തരുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? ഈ 3 കാര്യം, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഈ 3 കാര്യങ്ങൾക്കും ഉത്തരം അന്നും കിട്ടിയിട്ടില്ല. ഈ സമയം നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന സമയത്തും കിട്ടിയിട്ടില്ല. അപ്പൊ ആദ്യത്തെ ഗഡു കൊടുത്തപ്പോ, ഞാൻ ട്രഷററാണല്ലോ. ഇന്ന് ബഹുമാനപ്പെട്ട ദിലീലെ വക്കീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നിരിക്കുക. അവരെന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. ട്രഷറർ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് കണക്ക് സൂക്ഷിപ്പുകാരൻ എന്നാണ് അതിന്റെ മലയാളം. എനിക്ക് ഇംഗ്ലീഷ് അറിയുന്ന ഒരാളല്ലേ. ട്രഷറർ എന്ന് പറഞ്ഞാൽ കണക്ക് സൂക്ഷിപ്പുകാരൻ. അപ്പോൾ കണക്ക് സൂക്ഷിപ്പുകാരനാണ് കണക്ക് പറയേണ്ടത്. നാളെ ഈ മിഷൻ പിരിച്ചുവിടുമ്പോ ഇതിന്റെ കണക്കെന്തായി എന്ന് ചോദിച്ചാൽ മറുപടി പറയേണ്ട ആള് ഞാനല്ലേ. എത്ര വന്നു സർ, എത്ര കൊടുത്തു സർ, എത്ര മിച്ചം സർ എന്ന് എന്നോടല്ലേ ചോദിക്കുന്നത്. അപ്പം എനിക്കെതിരായി അവര് പറയുന്ന ഏറ്റവും വലിയ ആരോപണം എന്താ? ഇങ്ങനെ ചോദിച്ചു കളഞ്ഞു, ഇങ്ങനെ പറഞ്ഞു കളഞ്ഞു. ഒരു ട്രഷറർ, ലോകത്ത് ഏത് കമ്മിറ്റിയുടെ ട്രഷറർ ആണെങ്കിലും അയാളുടെ ജോലി ചെയ്യണം. ഞാൻ ആ ജോലിയെ പറഞ്ഞിട്ടുള്ളൂ, കണക്ക് ചോദിച്ചു. അപ്പം ആ കണക്ക് ചോദിച്ചത് അന്ന് ഗൂഗിൾ മീറ്റിൽ എന്നെ ഷൗട്ട് ചെയ്യും, എനിക്കെതിരായി മോശപ്പെട്ട പരാമർശം. എനിക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവുമല്ലോ, ആ രീതിയിൽ സംസാരിച്ചു. ഞാൻ ക്ഷമിച്ചു. കാരണം നമ്മുടെ ദൗത്യം അവിടെ കോൺട്രവേഴ്സി ഉണ്ടാക്കുക, അവിടെ അടി ഉണ്ടാക്കുക, കച്ചറ ഉണ്ടാക്കുക, പണങ്ങി പോകുന്നല്ലാരും. ഈ മിഷൻ വിജയിക്കണ്ടേ. ക്ഷമിച്ചു. പിന്നീടാണ് ഒരു 6-7 മാസത്തേക്ക് ഒരു അനക്കവുമില്ല ഈ $20,000. മറ്റൊരു കാര്യം ഇതിലുണ്ട് കേട്ടോ, ഒരാളുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്കല്ല നമ്മൾ പണം അയച്ചത്. നമ്മൾ അയച്ചത് ദില്ലി ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ ബന്ധപ്പെട്ട് യമനിലെ എംബസി പ്രവർത്തിച്ചത് ജിബൂട്ടിയിലായിരുന്നു. ആ ജിബൂട്ടി എംബസിയുടെ അക്കൗണ്ടിലേക്കാണ് അയക്കുന്നത്, MIA-ക്ക്. നമ്മൾ അയക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിലെ അക്കൗണ്ട്. വിദേശകാര്യ മന്ത്രാലയം എന്താക്കുന്നു, ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും. പക്ഷേ ഈ അയച്ച പണമൊക്കെ കൃത്യമായി
അവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ നിമിഷപ്രിയയുടെ കേസ് നടത്തുന്ന ഒരു യമനി വക്കീൽ, അയാളും അയാളുടെ കൂടെ ഉള്ള 2-3 പേരും, ഞാൻ പേര് പറയുന്നില്ല, കാരണം യമനി പൗരന്മാരാണ്. അപ്പോ അവരാണ് ഈ ഹാൻഡിൽ ചെയ്യുന്ന ഈ സാധനം. പിന്നീടാണ് ഇതിനെപ്പറ്റിയും നമ്മുടെ ഈ മിഷന് നേതൃത്വം കൊടുത്ത, ഈ ജീവൻ രക്ഷിക്കാനുള്ള മുൻകൈ എടുത്ത് താല്പര്യത്തോടെ വന്ന സാമുവൽ ജെറോമിൽ നിന്ന് മറുപടി കിട്ടാത്തത് എനിക്കും കമ്മിറ്റിക്കും വലിയ പ്രയാസം തോന്നി. രണ്ടാമത്തെ ഗഡു ചോദിക്കാനാണ് പിന്നീട് വരുന്നത് 7-8 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായി ചോദിച്ചു, അല്ല ഈ രണ്ടാമത്തെ ഗഡു തരാം, ആദ്യത്തെ ഗഡുവിന്റെ പണം എടുത്തത് 3 കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചു. കുടുംബമായി കണ്ടോ, കുടുംബത്തിലേക്ക് എത്തിയോ, അവർ സമ്മതിച്ചോ, എന്താണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്? അതിനൊന്നും മറുപടിയില്ല. അതൊന്നും പറയാനുള്ള ബാധ്യത എനിക്കില്ല എന്ന വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു സംസാരമാണ് അവിടുന്ന് വന്നത്. അതുകൊണ്ടെന്താ വെച്ചാൽ നമുക്ക് വലിയ പ്രയാസം വന്നു. സ്വാഭാവികമായിട്ടും 20,000 രണ്ടാം ഗഡു കൊടുക്കുന്നതിൽ കമ്മിറ്റിയിൽ തർക്കം വന്നു. തർക്കം വന്നെങ്കിലും അവര് മീറ്റിംഗ് കൂടി, കുറച്ചാളുകൾ മീറ്റിംഗ് കൂടി എന്താക്കി, വീണ്ടും $20,000 അയച്ചു. വേണമെങ്കിൽ എനിക്ക് ഒരു ട്രഷർ വന്ന് എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അക്കൗണ്ടിൽ നിന്ന്. ഞാൻ ആ കാര്യം ചെയ്തിട്ടില്ല. കാരണം അത് അയച്ചവരുടെ ഉത്തരവാദിത്തമാകട്ടെ, അവരുടെ വിശ്വാസം, നമ്മൾ കൂടെ നിൽക്കുക, എന്റെ കീശയിൽ നല്ലാലും എടുത്തു കൊടുക്കുന്നത്, ഞാൻ പേടിക്കേണ്ടില്ലല്ലോ എന്ന നിലയിൽ രണ്ടാമത്തെ ഗഡു കൊടുത്തു. ആ രണ്ടാമത്തെ ഗഡു കൊടുത്തിട്ട് ഇപ്പൊ 9 മാസം കഴിഞ്ഞു. ഈ 9 മാസം കഴിഞ്ഞിട്ടും ഇത് സംബന്ധിച്ചുള്ള ഒരു തരത്തിലുള്ള ഒരു നേരിട്ടുള്ള ഇതിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ അറിയോ? രണ്ടാമത്തെ ഗഡു പണം അക്കൗണ്ടിലേക്ക് അടച്ച ആ ദിവസം, അതേ സെക്കൻഡിൽ സാമുവൽ ജെറോം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ എല്ലാ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റാക്കി. അദ്ദേഹം ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് നെഗോഷിയേഷൻ ഫണ്ടാണ്. നെഗോഷിയേഷൻ ഫണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടത്. കാരണം നെഗോഷിയേഷൻ ഫണ്ട് വന്ന് നെഗോഷിയേഷൻ കാര്യങ്ങൾ തീർപ്പിലേക്ക് വന്നാൽ മറ്റൊരു ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ സേവനം ആവശ്യമില്ല എന്ന രീതിയിൽ കാര്യങ്ങളെ നീക്കിക്കൊണ്ടുപോവുകയായിരുന്നു 2-3 ആളുകൾ ചേർന്ന്. ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. ആയിക്കോട്ടെ, നമുക്ക് അവിടെയും പ്രശ്നമല്ല, ഈ കുട്ടി നാട്ടിലെത്തുകയാണല്ലോ വേണ്ടത്. അപ്പം ഇതിനെ വിട്ടുവീഴ്ച അങ്ങോളം ചെയ്ത്, അത് മാത്രമല്ല അവസാനം അവരുടെ വധശിക്ഷാ തീയതി പ്രഖ്യാപിക്കപ്പെട്ട സംഗതി. ആദ്യം സുപ്രീം കോടതി വിധിയൊക്കെ വന്നപ്പം സുപ്രീം കോടതി ഇവരുടെ വധശിക്ഷ ശരിവെച്ച കാര്യമൊന്നും ഈ പറഞ്ഞ യമനിൽ ഇടപെട്ട ആളുകൾ അറിയില്ല. ദില്ലി ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്ര കൊടുത്ത പരാതിയിൽ, ആ പരാതിയിലെ ഹിയറിംഗിലാണ് അറ്റോർണി ജനറൽ വന്നിട്ട് പറഞ്ഞത്, അതായത് നിമിഷപ്രിയയുടെ കേസ് സുപ്രീം കോടതിയും തള്ളിയതാണ് എന്ന്. അന്നാണ് ഞങ്ങൾ അറിയുന്നത്. കാരണം ആദ്യത്തെ $20,000 ഒക്കെ അങ്ങ് പോയിട്ടും ഈ കാര്യങ്ങൾ കൃത്യതയോടെ നമ്മളുടെ മുമ്പിൽ ഇല്ല. അപ്പോൾ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പരിധിയും പരിമിതിയും ഉള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത്. ഈ വധശിക്ഷ കട്ട് ഓഫ് ഡേറ്റ് വന്നപ്പോ നമ്മൾ പരക്ക പായാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് ഈ വിഷയത്തിൽ ഇടപെടാം. ഞങ്ങള് കേരളത്തിന്റെ തെക്ക് വടക്ക്, എന്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, ഞങ്ങൾ പോകാത്ത ഒരു ജില്ലയില്ല. ഞങ്ങൾ മലപ്പുറത്ത് പാണക്കാട്ട് എല്ലാ വീടുകളിലും പോയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മള് നിലമ്പൂരിൽ PV അൻവറിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. PV അബ്ദുൽ വഹാബിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ പഴയ അംബാസഡർ ശ്രീനിവാസൻ സാറിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ വിദഗ്ധരും അവിവിദഗ്ധരും രാഷ്ട്രീയ കോടിയേരി സാറിന്റെ സ്ഥലത്ത് ഞങ്ങൾ തലശ്ശേരി പോയി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ഓഫീസുകളും ഞങ്ങൾ പോയിട്ടുണ്ട്. മുരളീധരൻ സാറിന് ഞങ്ങള് ബഹുമാനപ്പെട്ട പഴയ കേന്ദ്രമന്ത്രി മുരളീധരൻ സാറിനെ ഞങ്ങൾ കണ്ടത് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ്. അന്നാണ് ഉമ്മൻചാണ്ടി സാർ ഞങ്ങളുടെ കൂടെയാണ്. അന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടാണ് മുരളീധരൻ സാറിന് നിവേദനം കൊടുക്കാൻ വേണ്ടി പോയത്. അങ്ങനെ ഞാൻ ഓരോരുത്തരെയും പറയല്ല, എന്നോട് മറന്നുപോകും. AKG സെന്റർ പോയിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. എവിടെല്ലാം ആരെയെല്ലാം ഏതെല്ലാം രീതിയിൽ കാണാൻ കഴിയുമോ അവരെല്ലാം കണ്ടുകൊണ്ട് ഈ മിഷനെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന പണിയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോ ഈ വധശിക്ഷ വിധിക്കപ്പെട്ടപ്പോ 2 വർഷം മുമ്പ് AP ഉസ്താദിന്റെ ഓഫീസിൽ ഞങ്ങൾ പോയിരുന്നു. അന്ന് അദ്ദേഹം രോഗാതുരനായിരുന്നു. കാരണം വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു.
അന്ന് യമനിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഉമർ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം അന്ന് AP ഉസ്താദിനെ കാണാൻ വേണ്ടി മർക്കസിൽ വന്നിരുന്നു. അന്ന് ഞങ്ങൾ ഒരു ശ്രമം നടത്തി. കാരണം 2 വർഷമായി കേട്ടോ. ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ ശ്രമം നടത്തി. അപ്പം ഉസ്താദിന് ഈ യമനി പണ്ഡിതനോട് സംസാരിക്കാനോ തിരിച്ചോ പറ്റാവുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. മിഷനെ സംബന്ധിച്ചിടത്തോളം മറ്റേ ഈ നെഗോഷിയേഷൻ ഫണ്ട് കൊടുത്തിട്ട് അതിന്റെ ഒരു ഗ്യാപ്പ് കിട്ടാത്തതും കൊണ്ട് ഞങ്ങൾ ഓഫീസിൽ നിന്ന് അന്ന് മടങ്ങുകയാണ് ചെയ്തത്. പിന്നീടാണ് ഞങ്ങള് ഈ നമ്മുടെ ഈ യമനിൽ ചരിത്രപരമായ ബന്ധം ഉണ്ട് എന്ന് നമ്മളെല്ലാം ധരിച്ചിരുന്ന മുസ്ലിം ലീഗ് നേതാക്കന്മാരായിട്ടുള്ള പാണക്കാട് തങ്ങന്മാരുടെ വീട്ടിൽ പോയതും അവരൊക്കെ ഇടപെടും എന്ന് പറഞ്ഞതല്ലാതെ അവരുടെ ഭാഗത്തു നിന്ന് ഇടപെട്ടതായിട്ട് യാതൊരു സിഗ്നലും നമുക്ക് കിട്ടിയിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ തലാലിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു പോസിറ്റീവ് പ്രതികരണം എന്തെങ്കിലും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അതിലേക്കാണ് വരുന്നത്. ഞാൻ അതിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ വധശിക്ഷ മാറ്റിവെക്കാൻ ഉള്ള ഒരു ശ്രമം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. വധശിക്ഷ മാറ്റിവെക്കാനുള്ള ശ്രമം കൊണ്ടുപോയത് ആ വധശിക്ഷ മാറ്റിവെക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലിന് വേണ്ടിയാണ് പിന്നീട് ഞങ്ങൾ ഈ മർക്കസിനെ സമീപിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിലുള്ള ആളുകൾ ചാണ്ടി ഉമ്മൻ മുഖേന മർക്കസിനെ സമീപിച്ചിട്ടുണ്ട്. അപ്പം മർക്കസിൽ നേരിട്ട് പോയി ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഉടനെ തന്നെ യമനിലെ പണ്ഡിതനുമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി. തീർച്ചയായും അദ്ദേഹത്തിന് നല്ല സ്വാധീനം, അതായത് അദ്ദേഹത്തിനെ അറിയുന്ന ആളുകൾക്കറിയാം, ലോകത്തെ പല പണ്ഡിതന്മാരുമായി വ്യക്തിപരമായ ബന്ധമുള്ള ആളാണ്. ഈ പറഞ്ഞ പണ്ഡിതനും വ്യക്തിപരമായി അദ്ദേഹവുമായി നല്ല ബന്ധമാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും അദ്ദേഹം വരാറുണ്ട്. അപ്പൊ ആ പണ്ഡിതൻ ഈ കേസ് വിധി പറഞ്ഞ ജഡ്ജി, ഞാൻ ആ പേരൊന്നും പരാമർശിക്കുന്നില്ല, വിധി പറഞ്ഞ ജഡ്ജി, ആ ജഡ്ജി ഈ പണ്ഡിതന്റെ ശിഷ്യൻ കൂടിയാണ്, കൊല്ലപ്പെട്ട യുവാവിന്റെ ബന്ധു കൂടിയാണ്. അപ്പോ അതിന്റെ ഒരു വഴിയാണ് നമ്മൾ ഇപ്പോ ഈ ദിവസം മാറ്റിവെക്കുന്നത്. ദിവസം അന്നത്തെ 16-ാം തീയതി എന്നുള്ള ദിവസം എന്താക്കുന്നത്, നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത്, അത് മാറ്റിവെക്കാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശ്രമഫലമായിട്ടാണ് എന്ന് സംശയം പറയാം. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതിന്റെ തൊട്ട് തലേ ദിവസമാണ് 14-ാം തീയതിയാണ് സുപ്രീം കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തത്. ഞാൻ ആ കേസ് ഫയലിൽ വക്കീലിന് വക്കാലത്ത് കൊടുത്ത ആളാണ് ഞാൻ. എന്റെ കേസ് അവിടുന്ന് നോട്ടീസ് ഇട്ടത് കുഞ്ഞമ്മദ് കൂരാച്ചുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ ലെറ്റർ വക്കീൽ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ മുമ്പാകെ, വെങ്കട്ടരമൺ മുമ്പാകെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് എന്താ പറഞ്ഞത്, ഈ കേസിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും ചെയ്യാനില്ല. അസന്നിഗ്ധമായി പറഞ്ഞ കാര്യമാണ്. ഇതൊക്കെ ഞാൻ സുപ്രീം കോടതിയിലെ ആർഗ്യുമെന്റ് അവിടെ വിചാരണ നടക്കുന്ന സമയത്ത് ഞാൻ ലൈവായിട്ട് സുപ്രീം കോടതിയിലെ ആ നടപടികൾ കണ്ട ആളാണ്. ലൈവായിട്ട് കാണാൻ ഇപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് പെറ്റീഷണർ എന്ന നിലയ്ക്ക് എനിക്ക് അതിന്റെ ലിങ്ക് വക്കീൽ അയച്ചു തന്നു, ഞാനത് കണ്ടു. അപ്പൊ അതിൽ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ ഇതാണ്, ഞങ്ങൾ എല്ലാവിധത്തിലുള്ള ശ്രമം നടത്തി, ശ്രമം തുടരും. നിസ്സഹായത അവിടെ വളരെ പ്രകടമായിരുന്നു. കോടതിയിലെ 2 ബഹുമാന്യരായിട്ടുള്ള ജസ്റ്റിസുമാർ പോലും സങ്കടത്തോടു കൂടിയാണ് ആ കേസ് നാളേക്ക് മാറ്റിവെച്ചത്. ഇപ്പം നാളെ വീണ്ടും സുപ്രീം കോടതി കേസ് വരിക, വേണമെങ്കിൽ അവർക്ക് തള്ളിക്കളയാമായിരുന്നു. ഈ കേസിന്റെ വൈകാരികതയും ഈ കേസിന്റെ സങ്കടവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒറ്റ നോട്ടത്തിൽ തന്നെ തള്ളിക്കളയാൻ പറ്റാവുന്ന കേസ് ഈ മറ്റന്നാളത്തേക്ക് മാറ്റി. നാളെ സുപ്രീം കോടതി വീണ്ടും നടക്കുകയാണ്. നാളെ സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. സുപ്രീം കോടതിയിൽ വീണ്ടും നാളെ കേസ് വരും. നമുക്ക് ഈ ചാൻസ്, സുപ്രീം കോടതിയിൽ വരുന്ന ചാൻസ് ഉപയോഗിക്കാൻ കഴിയണം. കാരണം ബഹുമാനപ്പെട്ട ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയും അതുപോലെയുള്ള ഇന്ത്യ ഗവൺമെന്റ് എല്ലാ സംവിധാനങ്ങളും സുപ്രീം കോടതി മുമ്പാകെ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, കാരണം യമനിലേക്ക് ഒരു നെഗോഷിയേഷൻ ടീമിനെ അയക്കണമെന്ന്, വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു നെഗോഷിയേഷൻ. അത് കാരണം ഇന്ത്യ ഗവൺമെന്റ് അയക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഗൗരവത്തോടെ യമൻ സർക്കാർ കാണും, അവിടുത്തെ ജനങ്ങളും കാണും. ഏതെങ്കിലും ഒരു വ്യക്തി പോയിട്ട് ഒരു കാശ് അവിടെ പ്രഖ്യാപിക്കുന്നതും, ഒരു വ്യക്തി പോയിട്ട് ഞങ്ങൾ എത്ര തരാം എന്ന് പറയുന്ന ഒരു കച്ചവടത്തിന് ഇറങ്ങുന്നതും, ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധി അതിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുള്ള
മാർക്കസിന്റെ പ്രതിനിധി, ഗവൺമെന്റിന്റെ പ്രതിനിധി, പറ്റുമെങ്കിൽ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധി, ഈ 3 സംഘത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ഒരു 2-3 ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് യമനിലേക്ക് ഒരു ഡെലിഗേഷൻ അയച്ചാൽ തീർച്ചയായും ഈ പെൺകുട്ടിയെ നമുക്ക് ജീവനോടെ നാട്ടിലെത്തിക്കാൻ കഴിയും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പൊ അവിടെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ, ആ ഹേറ്റ് ക്യാമ്പയിന്റെ കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ കൂടിയാണ്. ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ വല്ലാതെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ യുവാവിന്റെ സോഷ്യൽ മീഡിയ ഒക്കെ ആ നാട്ടിലെ ഒരു പരിചയവുമില്ലാത്ത ആളുകളോട് പോയി ഇത്തരത്തിൽ ഒരു സങ്കടത്തോടെ അവളെ കൊല്ലണം എന്നൊക്കെ പറയാവുന്ന മാനസികാവസ്ഥ, ഇതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള തടസ്സം. ഇത് ഇന്നലെ മർക്കസിൽ ചെന്ന സമയത്ത് മർക്കസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് ഏറ്റവും വലിയ ഭീഷണി ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചാരണ പ്രവർത്തനങ്ങളും മറ്റു ഹാറ്റ് ക്യാമ്പയിനാണ് നമ്മളെ ഈ മിഷനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് ഇന്നലെ മർക്കസ് പറയുണ്ടായി. നമ്മൾ ഓരോ സോഴ്സിനും നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ മുമ്പ് കാന്തഹാറിൽ വിമാനം തട്ടിക്കൊണ്ടുപോയപ്പോൾ നമ്മൾ ഉപയോഗിച്ചൊരു വഴിയില്ലേ, നയതന്ത്ര വഴി മാത്രമല്ലല്ലോ. അപ്പം അതുപോലെയുള്ള ഏതെങ്കിലും വഴികൾ ഒരു ഗവൺമെന്റ് മുമ്പ് ഒരു ഫാദറിനെ ഇതേപോലെ യമനിൽ തട്ടിക്കൊണ്ടുപോയ വിഷയം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പല വിഷയങ്ങളെയും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഭരണപരമായിട്ടും അതേപോലെ തന്നെ നയപരമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ തന്നെ പരിഹരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ നിരാശപ്പെടേണ്ട ഒരു സമയമായിട്ടില്ല. എന്നാൽ നമ്മളെല്ലാം നേടി എന്നുള്ള ഒരു ധാരണയും ഇപ്പോൾ വേണ്ടതില്ല. കാരണം ഈ ശിക്ഷ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് സമയത്തും സംഭവിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാം നിങ്ങളെല്ലാവരും താല്പര്യത്തോടു കൂടി ഈ കാര്യത്തിൽ ഇടപെട്ട് നമുക്ക് ഈ മിഷൻ വിജയിപ്പിച്ചെടുക്കണം. നിങ്ങൾ നൽകിയിട്ടുള്ള സപ്പോർട്ടുകൾ ഞാൻ നിങ്ങളെ ചാനലിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഞാൻ ഇതിലൊരു ഹാറ്റ് ക്യാമ്പയിൻ ആയിട്ട് ഒരിക്കലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നതായിട്ട് എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. തീർച്ചയായും നിങ്ങൾ നന്നായി ഇതിനു വേണ്ടി സഹായിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും എന്തായാലും നിമിഷപ്രിയക്ക് കൃത്യമായ നീതി ലഭ്യമാകണം എന്ന് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം. ഒരു ക്രിമിനൽ ഒഫൻസ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ സുതാര്യമായ ഒരു നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. സാധ്യതയുണ്ടെങ്കിൽ അതുമാകാമല്ലോ. എന്തായാലും മറുനാടന്റെ നിലപാട് അത് തന്നെയാണ്. നമ്മൾ എന്തായാലും പുറമായി, അതുകൊണ്ടാണ് നമ്മൾ ആക്ഷൻ കൗൺസിലിലെ ഔദ്യോഗിക ആളുകളെ തന്നെ വിളിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത്. ഇതിൽ ഒരുപാട് നന്ദി സാർ, ഇത്രയും നേരം മറുനാടോട് സ്പെൻഡ് ചെയ്തത്. നമുക്ക് നാളെ എന്തായാലും ഇതിനെ തുടർ ചർച്ചകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങൾ നിമിഷപ്രിയയുടെ മോചനത്തിന്റെ വാർത്ത, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞപക്ഷം വധശിക്ഷ ഒഴിവാക്കി എന്നുള്ള ശുഭകരമായ ഒരു വാർത്ത കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മള് ഇതില് ഒന്നുകൂടി ഒരു ആഡ് ചെയ്യേണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു. കാരണം ഈ നിമിഷപ്രിയ ഇങ്ങനെ തടവനുഭവിക്കുകയാണെങ്കിലും വധശിക്ഷ അനുഭവിക്കുകയാണെങ്കിലും ആ ജയിലിനകത്ത് അവരിപ്പോൾ ഒരു പ്രയാസം അനുഭവിക്കുന്നില്ല. ജയിലിനകത്ത് നമ്മളൊക്കെ ജയിലിന്റെ അവസ്ഥ പരിശോധിക്കുമ്പോൾ ഒരു കുറ്റവാളിയായിരുന്നിട്ടും അവർ ഇന്നേ വരെ ജയിലിനകത്ത് ഒരു പീഡനം അനുഭവിക്കുന്നതായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുക, എന്തെങ്കിലും അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നാണ് തടവുകാർ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, അമ്മ യമനിലെത്തിയ കഥ നമ്മൾ പറയാതെ പോയതാണ്. അമ്മ യമനിൽ കഴിയാണ്. ആ അമ്മ 2-3 തവണ ജയിലിൽ പോയിട്ട് അമ്മയെ സന്ദർശിച്ചു, മകളെ സന്ദർശിച്ചു, അതായത് നിമിഷപ്രിയയെ സന്ദർശിച്ചു. അമ്മ ജയിലിനകത്ത് ചെല്ലുമ്പോൾ ഒരു ആഘോഷപൂർവ്വമാണ് അവിടെ സ്വീകരിക്കുന്നത്. അവിടെ കൂട്ടുപ്രതികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ, ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷത്തോടു കൂടിയാണ് അവർ സ്വീകരിച്ചത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു പ്രതീക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചോദിക്കുന്ന പ്രതീക്ഷ എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ നിമിഷപ്രിയ കുറ്റകൃത്യത്തിന് ശേഷം ഏതാണ്ട് 100-300 കിലോമീറ്റർ ദൂരത്തിലുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്തു പാസ്പോർട്ടുമായിട്ട്. അങ്ങനെ അവിടെ എത്തി, അവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചാണ് ഇവര് പിടിക്കപ്പെടുന്നത്. കാരണം ചാനലിലൊക്കെ വാർത്ത വന്നു, ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞ ആളാണ് പോലീസിനെ ഏൽപ്പിക്കുന്നത്. പോലീസ് എന്താ ചെയ്തത്? പോലീസ് ഈ കൊല്ലപ്പെട്ട യുവാവിന്റെ ജ്യേഷ്ഠനാണോ അനിയനാണോ എന്നല്ല, സഹോദരൻ, ആ സഹോദരനെ വിളിച്ചു വരുത്തി ആ സ്ഥലത്തേക്ക്. എന്നിട്ട് പോലീസ് എന്താ ചെയ്തെന്നറിയോ? പോലീസ് ഈ സഹോദരന്റെ കയ്യിലേക്കാണ് നിമിഷപ്രിയയെ ഏൽപ്പിക്കുന്നത്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ കഴിയുമോ? ഒരു സ്വന്തം അനുജനെ കൊന്ന ഒരു പ്രതിയെ 100-300 കിലോമീറ്റർ ദൂരത്തിൽ അവരുടെ വാഹനത്തിലെത്തി ആ ചെറുപ്പക്കാരൻ എന്താ ചെയ്തത്? അവരെ
നേരെ കൊണ്ടുവന്ന് സനയിലെ ജയിലിൽ അടച്ചു. നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. നമ്മളെ പ്രതീക്ഷ, ഞാൻ മനസ്സിലാക്കുന്ന പ്രതീക്ഷ, കാരണം ആ ചെറുപ്പക്കാരൻ, കാരണം അവർക്ക് വേണമെങ്കിൽ മരുഭൂമിയുടെ വിജനതയിലൂടെ ഈ വരുന്ന വഴിക്ക്, കാരണം ആ യമനിലെ സാഹചര്യത്തിനനുസരിച്ച് അവിടെ എവിടെയെങ്കിലും തട്ടി എറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആരും ചോദിക്കില്ലായിരുന്നു, ആരും അന്വേഷിക്കില്ലായിരുന്നു, ഇങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം തന്നെ വരില്ലായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പോ ഞാൻ പരിചയപ്പെട്ട ഞാൻ യമനികൾ. ഇതിൽ താങ്കൾക്ക് പറയാനുള്ള പരിമിതികൾ ഇല്ലെങ്കിൽ എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം. ഓ ഓ അതായത് നിമിഷപ്രിയയുടെ കോടതിയിലെ സത്യവാങ്മൂലം അല്ലെങ്കിൽ നിമിഷപ്രിയ കൊടുത്ത മൊഴി താൻ ആ യുവാവിനെ വെട്ടി കഷ്ണങ്ങളാക്കിയിട്ടില്ല എന്നും മയക്കിക്കിടത്താൻ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നുമുള്ള മൊഴിയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു മാത്രമല്ല, അറബിയിൽ എഴുതിയ കുറ്റസമ്മത മൊഴി തനിക്ക് മനസ്സിലായിട്ടില്ല, കുറ്റപത്രം മനസ്സിലായിട്ടില്ല, നിർബന്ധിച്ചാണ് ഒപ്പിടിപ്പിച്ചതെന്നും പറയുന്നു. ഇതൊരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്നില്ല. വാട്ടർ ടാങ്കിൽ കഷ്ണങ്ങളാക്കി മൃതദേഹം ഉണ്ടായിരുന്നു, അത് നിർമ്മിച്ച കഥയാണോ, പോലീസ് മനഃപൂർവ്വം എക്സിക്യൂട്ട് ചെയ്തെടുത്തതാണോ അത്? ഇതില് നമുക്ക് അല്ല, സംഭവം ഉള്ളതാണ്. പക്ഷേ ആ സംഭവത്തില് എന്തൊക്കെയാണ് എന്നുള്ളത് അതിന്റെ പിന്നെ യഥാർത്ഥ ചിത്രം നമുക്ക് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ നമ്മൾ ഈ കേസിന്റെ ഒരു എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വിശകലനത്തിലേക്ക് നമുക്ക് പോയിക്കൂടാ. അതിൽ ഒന്ന് മനസ്സിലായി, അതാണ് ചോദിച്ചത്. പരിമിതികളുണ്ടെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഒന്നുണ്ട്. എന്താ വെച്ചാൽ യമനി അറബി ഭാഷയിലാണല്ലോ കോടതി നടപടി ക്രമങ്ങൾ അതെ. മുഴുവൻ. ആ നടപടിക്രമത്തിൽ ഒരു ദ്വിഭാഷിയുടെ സഹായം നിമിഷയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പിന്നീട് വളരെ സുപ്രീം കോടതി അപ്പീൽ വന്നപ്പോൾ മാത്രമാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു വക്കീൽ, അതായത് യമൻ പൗരൻ തന്നെയായ ഒരു വക്കീലിനെ നമുക്ക് കിട്ടുന്നത് ദ്വിഭാഷിയായിട്ട്. അതുവരെ അതുണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഏതെല്ലാം രീതിയിൽ അത് കേസിനെ ബാധിച്ചു എന്ന് നമുക്കിപ്പോ പറയാൻ കഴിയില്ല. മനസ്സിലായി. നോക്കൂ, അങ്ങനെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നിമിഷപ്രിയ രക്ഷപ്പെടണമെന്നാണ് ആഗ്രഹം. വേറൊരു ചോദ്യം കൂടിയുണ്ട്. നിമിഷപ്രിയ ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. വിവാഹം കഴിച്ചു എന്നും കഴിച്ചില്ല എന്നും, അതായത് ഈ അവിടെ പാർട്ണർഷിപ്പിൽ ഒരു സ്ഥാപനം തുടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണല്ലോ അവര് ഫ്രണ്ട്ഷിപ്പില് ആ ബിസിനസ് തുടങ്ങിയത്. തലാൽ ഇവിടെ കേരളത്തിൽ വന്നതും ആ ലക്ഷ്യത്തോടു കൂടിയാണ്. അതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ, കാരണം അവിടെ നേരിട്ടിപ്പം യമനിൽ ചെന്നിട്ട് ഒരു മലയാളിക്ക് അവിടെ ഒരു സ്ഥാപനം തുടങ്ങാനാകില്ല. ഒരു സ്പോൺസറുടെ സേവനം വേണം. ആ സ്പോൺസറെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഏതെല്ലാം രേഖയിൽ നിമിഷം ഒപ്പുവെച്ചു, അത് വിവാഹ രേഖയിലാണോ അല്ല സ്ഥാപനത്തിന് വേണ്ടി മാത്രമാണോ എന്നും നമുക്ക് വ്യക്തമല്ല. അതും വ്യക്തമാകണമെങ്കിൽ നിമിഷപ്രിയ തന്നെ ആ കാര്യത്തിൽ വ്യക്തത വരുത്തണം. അവർ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്നോട് എന്റെ കുറെ രേഖകൾ അവർ സമാഹരിച്ചു, അതിൽ വിവാഹ രേഖയാണോ മറ്റോ എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയില്ല എന്നാണ്. ഓക്കെ, നോക്കൂ സാർ, എന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. നോക്കൂ, എന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇവിടെ മാധ്യമങ്ങളിൽ ചർച്ചയാകുമ്പോൾ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയുടെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ആക്ഷൻ കൗൺസിൽ ഓരോ അംഗങ്ങളെയും ഞങ്ങൾക്ക് ഇപ്പോൾ ഏറെക്കുറെ സുപരിചിതമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമിയെ കുറിച്ചുള്ള വിവരങ്ങൾ വളരെ പരിമിതമാണ്. ടോമി ഇതിൽ നിലവിൽ മറ്റൊരു സ്വകാര്യ ചാനലിന് ടോമി പണ്ട് നൽകിയൊരു ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ടോമിയുടെ പേര് എവിടെയും കേൾക്കുന്നില്ല. എന്താണ് ആ അവസ്ഥ? ടോമി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ എല്ലാ നേതാക്കന്മാരെയും കാണാൻ വേണ്ടി ടോമിയും നമ്മുടെ മകളും, ഈ നിമിഷപ്രിയയുടെ മകളും അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ടോമി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു. അദ്ദേഹം ജോലി ആവശ്യമാർത്ഥം കോയമ്പത്തൂരും അവിടെ ഇവിടെ ഒക്കെ പോയിട്ടാണ് ഇപ്പൊ ജോലി ചെയ്ത് ജീവിക്കുന്നത്. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്, നിമിഷന്റെ കൂടെ ഉണ്ട്, നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും എന്തായാലും ഞാൻ എന്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. താങ്കളുടെയൊക്കെ പ്രവർത്തനം വളരെ പ്രശംസനീയമാണ്. ഒരു പരിധി, ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു സ്ത്രീയുടെ ജീവിതം രക്ഷിക്കാനായി ആണ് ഇത്രയും നന്മയുള്ള മനുഷ്യർ കൂടി ചേർന്നിരിക്കുന്നത്. നമ്മുടെ ലോകത്തെക്കുറിച്ച് പ്രതീക്ഷകൾ വരുന്നത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കാണുമ്പോഴാണ്. എന്തായാലും നിമിഷപ്രിയയ്ക്ക് സുതാര്യമായ ഒരു നിയമവ്യവസ്ഥയിലൂടെ മോചനം ലഭ്യമാകട്ടെ. എല്ലാവിധ പിന്തുണയും. സാർ, നമസ്കാരം. താങ്ക് യു സോ മച്ച്. നമസ്കാരം.